ഇത് കണ്ട, ഇത് എൻ്റെ വണ്ടിയുടെ സൈഡ് മിററാണ്. ഇത് ഞാൻ മാറുന്നത് ഇന്നാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡ് മിററുമായിട്ട് ഞാൻ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. ആ സമയത്തെല്ലാം എൻ്റെ വണ്ടിയുടെ പുറകിലത്തെ വ്യൂസ്, എൻ്റെ വണ്ടിയിൽ നിന്ന് പുറകിലൂടെ വരുന്ന വണ്ടികളെല്ലാം കൃത്യമല്ലായിരുന്നു, ദൃശ്യങ്ങൾ കൃത്യമല്ലായിരുന്നു. ഞാൻ പലപ്പോഴും തിരിഞ്ഞു നോക്കുമായിരുന്നു. ഈ പൊട്ടി ജില്ലയിലൂടെ ഒക്കെ വരാവുന്ന ദൃശ്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഒന്ന് ഓർക്കാവുന്നേ ഉള്ളൂ. എല്ലാം പൊട്ടിയ ദൃശ്യങ്ങളായിരുന്നു. ഞാൻ എന്നിട്ടും ഇതും വെച്ചുകൊണ്ട് ഇങ്ങനെ യാത്രകൾ തുടർന്നുകൊണ്ടേയിരുന്നു. നമ്മൾ ഒരു കാര്യം ഓർക്കുക, നമ്മുടെ ഈ പൊട്ടിയ ചില്ല് കണക്കാണ് നമ്മുടെ ഓരോരോ പ്രശ്നങ്ങളും. നമ്മൾ ഓരോ പ്രാവശ്യവും വരുന്ന പ്രശ്നങ്ങളെ അത് കൊണ്ടു നടക്കും. ജീവിതത്തിൽ ആ പ്രശ്നങ്ങളും എല്ലാം ഇങ്ങനെ കൊണ്ടു നടന്നിട്ട് നമുക്ക് ഡിപ്രഷനും മാനസിക സംഘർഷങ്ങളും എല്ലാം ഇങ്ങനെ വന്നു കൂടിക്കൊണ്ടേയിരിക്കും. എന്നാലും നമ്മൾ മാറ്റാൻ തയ്യാറാകത്തില്ല. നമ്മൾ ഇതിങ്ങനെ കൂടെ കൊണ്ടു നടക്കും. നമ്മുടെ കൂട്ടത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കുടുംബ സുഹൃത്തുക്കളുണ്ട്, നമ്മുടെ ഫാമിലി നമ്മുടെ കൂടെ ഉണ്ട്. എങ്കിൽ പോലും അവരോടൊരു വാക്കുപോലും പറയത്തില്ല, എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്, എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല, അല്ലെ നിങ്ങളുടെ ഹെൽപ്പ് വേണമെന്ന് നമ്മൾ പറയത്തില്ല. ഇല്ലേ പോലും എന്നെ കണക്ക് പോലെ ഒരുപാട് സൈക്കോളജിസ്റ്റുകളുണ്ട്. നിങ്ങൾക്ക് അവരുടെ അടുത്ത് പോയി നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞ് അത് മാറ്റാൻ നിങ്ങൾക്ക് ശ്രമിക്കാം. പക്ഷെ ശ്രമിക്കത്തില്ല. കാര്യം വെച്ചാൽ ഈ പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ കൊന്നുകൂടി മാറ്റാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നുമാണ് നിങ്ങളിങ്ങനെ കൂട്ടി 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 വെച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് അവസാനം അത് വലിയ ടെൻഷനൊക്കെ വഴിയിലേക്ക് എത്തി മനസ്സിന് സങ്കടവും എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ ആയിട്ട് ഈ പൊട്ടിയ ചില്ല് കണക്കെയാവും നിങ്ങളുടെ മനസ്സ്. അപ്പം ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അപ്പം തന്നെ അതിനൊരു പരിഹാരം കണ്ടെത്തുക. അപ്പം തന്നെ അത് മാറ്റിവെക്കേണ്ട പ്രശ്നം, ആ പ്രശ്നങ്ങൾ മാറ്റിവെക്കേണ്ടതാണെങ്കിൽ അപ്പം തന്നെ മാറ്റിവെക്കുക. എന്നിട്ട് മുന്നോട്ട് പോവുക, സന്തോഷകരമായി മുന്നോട്ട് പോവുക. ഈ മാറ്റിവെക്കാനുള്ള പ്രശ്നങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിലില്ല. മാറ്റിവെക്കാനുള്ള കാര്യങ്ങളും മാറ്റിവെക്കാൻ പകരം വെക്കാനും ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു പ്രണയമാണേലും അതിന് മാറ്റിവെക്കാൻ ഇഷ്ടംപോലെ ഓപ്ഷൻസ് നമ്മുടെ ജീവിതത്തിലുണ്ട്. പിന്നെ എന്തിനാ അതും പേര് നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. അതപ്പം തന്നെ തീർപ്പ് കൽപ്പിക്കുക, എന്നിട്ട് മുന്നോട്ട് സന്തോഷകരമായിട്ട് മുന്നോട്ട് പോവുക. നന്ദി.